പ്രിയമുള്ളവരെ നമസ്കാരം. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ, മാർക്കറ്റിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് പല സമയങ്ങളിലും പല കൺഫ്യൂഷൻസുകളും ഉണ്ടാവാറുണ്ട്. ചില സമയങ്ങളിൽ മാർക്കറ്റിൽ നിന്ന് ഓടിപ്പോകണമോ എന്ന് വരെ നിങ്ങൾക്ക് ചിന്ത വരാറുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവണമെന്ന് തോന്നൽ വരാറുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണോ നിങ്ങൾ? ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർ മാർക്കറ്റിൽ അഗ്രസീവ് ആവുമ്പോൾ നാം മാർക്കറ്റിൽ നിന്നും മാറി നിൽക്കണം. മറ്റുള്ളവർ മാർക്കറ്റിൽ നിന്ന് പേടിച്ച് മാറി നിൽക്കുമ്പോൾ നാം അഗ്രസീവ് ആവണം. വാരൻ ബഫറ്റിൻ്റെ വാക്കുകളാണ്. ഈ ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ നമുക്ക് മികച്ച ഒരു ഇൻവെസ്റ്റർ ആവാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ നമ്മളിൽ പലർക്കും അത് സാധിക്കാറില്ല എന്നുള്ളതാണ്. കാരണം മാർക്കറ്റിങ്ങിനെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എല്ലാവരും ഭയങ്കര അഗ്രസീവ് ആകുമ്പോൾ നമ്മൾ മാക്സിമം സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കും. കാരണം ആ സമയത്ത് നമ്മളും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ നെറ്റ്വർക്കിലുള്ളവരായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയായിരിക്കും. അപ്പോൾ മറ്റുള്ളവർ വാങ്ങുന്നു, നമ്മളും വാങ്ങുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര വാങ്ങാനുള്ള ഒരു താല്പര്യം ഭയങ്കര കൂടുതലായിരിക്കുള്ളൂ. എന്നാൽ മാർക്കറ്റ് ഇച്ചിരി ഡൗൺ ആകുമ്പോൾ, നേരെ റിവേഴ്സ് ഗിയറിൽ പോരുമ്പോൾ നമ്മൾ പൊതുവെ നമുക്ക് പാനിക്കാണ്. വാങ്ങണോ, ഇനിയും മാർക്കറ്റ് ഡൗൺ ആവോ, വാങ്ങണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഇവിടെയാണ് വാരൻ ബഫറ്റ് പറഞ്ഞ ഒരു പോയിന്റ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളവർ പേടിച്ച് നിൽക്കുന്നു, വാങ്ങണോ എന്ന് പേടിച്ച് നിൽക്കുമ്പോൾ നാം മാർക്കറ്റിൽ അഗ്രസീവായിട്ട് കോൺഫിഡൻസോടുകൂടി മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. എന്നാൽ മറ്റുള്ളവർ വാങ്ങിക്കൂട്ടുമ്പോൾ, അഗ്രസീവ് ആവുമ്പോൾ നാം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കണം. ഈ മാറി നിൽക്കാൻ ശ്രമിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ മാറി നിൽക്കണമെന്നല്ല. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി കൂടുതൽ പൈസകൾ മാർക്കറ്റിലേക്ക് എത്തിക്കാതെ മാറി നിൽക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഒരു ഉയർച്ചയുണ്ടാവും, ഒരു താഴ്ചയുണ്ടാവും. ആ മാർക്കറ്റിൻ്റെ ഉയർച്ചയുടെ കാലഘട്ടത്തിൽ നാം ഒരു ലെവൽ ഓഫ് പീക്ക് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാം മാക്സിമം മാർക്കറ്റിൽ നിന്നും മാറി നിൽക്കുക, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാതിരിക്കാൻ ശ്രമിക്കുക. ആ സമയങ്ങളിൽ നമുക്ക് മറ്റു സോഴ്സിലൂടെ കിട്ടുന്ന വരുമാനങ്ങളെ മാക്സിമം നമ്മൾ സേവ് ചെയ്ത് നമ്മൾ ഭദ്രമായിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായാലൊന്നും ബുദ്ധിമുട്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പൈസകൾ നമ്മൾ കയ്യിൽ സേവ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം മാർക്കറ്റിന് സ്വാഭാവികമായിട്ടും ഒരു റിവേഴ്സ് ഗിയർ വരും. ആ വരുന്ന സമയങ്ങളിൽ മാർക്കറ്റ് യൂട്ടേൺ അടി തിരിച്ചു വരുന്ന സമയങ്ങളിൽ, ആ സമയം ഒരു 10%, 20%, 30% ഒക്കെ മാർക്കറ്റ് ഒരു ക്രാഷ് ഉണ്ടാകുന്ന സമയങ്ങളിൽ ആ മാർക്കറ്റിൻ്റെ യൂട്ടേൺ ഉണ്ടാവാൻ സാധ്യതയുള്ള ടെക്നിക്കൽ അനാലിസിസുകൾ നടത്തി ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം ആ സമയങ്ങൾ എത്താറാവുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി എത്തരത്തിലായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഫണ്ടിങ് നമ്മുടെ കയ്യിൽ, ഏത് രീതിയിലായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്? ലൈക്ക് എക്സാമ്പിൾ, നമ്മുടെ കയ്യിലുള്ള മൊത്തം പണത്തിൻ്റെ ഒരു 40% മാത്രമാണ് നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരു 100 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ 40 രൂപയെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി വരുന്ന 60 രൂപയിൽ നിന്നും 30 രൂപ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടാകുമ്പോൾ പിന്നെ ആ സമയത്ത് മാത്രമാണ് നമ്മൾ ഈ പൈസ ഇറക്കാൻ പാടുള്ളൂ. പിന്നെ ബാക്കി 30 രൂപ നമ്മുടെ റെഗുലർ കാര്യങ്ങൾക്കും എമർജൻസി ഫണ്ട് എന്ന നിലക്കും ആവശ്യങ്ങൾക്കും വേണ്ടി മാറ്റി വെക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയല്ല സംഭവിക്കാറുള്ളത്. നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപയും പറ്റുമെങ്കിൽ അടുത്ത മാസം പിന്നെ എന്തെങ്കിലും പേയ്മെൻറ്റ് അടക്കാൻ വെച്ചിട്ടുള്ള പൈസയും എടുത്തിട്ട് നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇതാണ് പൊതുവെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സംഭവിക്കാറുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഒരു 100% ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പരമാവധി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ എമൗണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ട് നമ്മൾ എടുത്ത് മാറുക എന്നുള്ളതാണ്. ലൈക്ക് എക്സാമ്പിൾ, നമ്മളൊരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 4 ലക്ഷം രൂപ ആയിട്ടുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപ അതിൽ നിന്ന് എടുക്കുക. ബാക്കി വരുന്ന പ്രോഫിറ്റ് മാത്രം അതിൽ ഹോൾഡ് ചെയ്യുക. അത് ഹോൾഡ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താൻ ശ്രമിക്കുക. അതിൻ്റെ ക്വാർട്ടർ റിപ്പോർട്ടൊക്കെ പരിശോധിച്ച് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു ഫണ്ടാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എടുക്കാൻ ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പൊതുവെ ആളുകൾക്ക് ഇങ്ങനെ മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ ആ പൈസ മൊത്തം അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് മാർക്കറ്റ് ക്രാഷ് ഉണ്ടാകുമ്പോൾ നേരെ താഴേക്ക് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത്ര ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം,
പലരും ഈ മാർക്കറ്റൊക്കെ പഠിച്ച് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചിലരുടെയൊക്കെ ഒരു വിചാരം ഈ മാർക്കറ്റിൽ ഈ ഉണ്ടാക്കുന്ന പൈസ നമുക്കൊരു പ്രൈമറി ഇൻകമായിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പൊതുവെ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇതൊരു പ്രൈമറി ഇൻകം സോഴ്സായിട്ട് മാറ്റാൻ സാധിക്കും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് മറ്റു വരുമാനങ്ങളോ ജോലിയിൽ നിന്നുള്ള വരുമാനങ്ങളോ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനങ്ങളായിരിക്കും നിങ്ങളുടെ പ്രൈമറി സോഴ്സ്. മറിച്ച് ഇത് ഒരു സെക്കൻഡറി ഇൻകം ആണെന്ന് മാത്രമല്ല, ഒരു പാസീവ് ഒരു വെൽത്ത് ക്രിയേഷന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഉണ്ടാവും, പല ഘട്ടത്തിലൂടെയും കടന്നു പോകും. പക്ഷേ ഓഫ് കോഴ്സ് നിങ്ങൾ ലോങ് ടൈമിൽ മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ, കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഒരു കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയുമായിട്ടാണ് നിങ്ങൾ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരു വെൽത്ത് ക്രിയേഷന് വേണ്ടിയാണ് നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു പ്രൈമറി ഇൻകം സോഴ്സായിട്ട് അതിനെ മാർക്കറ്റിനെ നിങ്ങൾ കാണരുത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, മാർക്കറ്റിൽ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. പൊതുവേ നമുക്ക് ക്ഷമ ലഭിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള ലാഭങ്ങളും നഷ്ടങ്ങളൊക്കെ ഇതൊരു മൈൻഡ് ഗെയിമുമാണ്. അത് മനസ്സിനെ നിങ്ങൾ എത്രമാത്രം പാകപ്പെടുത്തുന്നു, എത്രമാത്രം അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, അതിനനുസരിച്ച് നിങ്ങളുടേതായ ഒരു ശൈലി നിങ്ങൾ രൂപീകരിക്കുകയും ആ ഒരു സിസ്റ്റം ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യുക. അത് സ്വാഭാവികമായിട്ടും നിങ്ങളെ വിജയത്തിലെത്തിക്കും. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.